അതായത് വലിയ പ്രതിസന്ധിയുടെ നമുക്ക് ഇതിന് എന്തൊക്കെ മുന്നറിയിപ്പുകൾ സ്വീകരിക്കണം, ഇത്തരം കാര്യങ്ങൾ നമ്മളോടൊപ്പം ഒരു ആരോഗ്യ വിദഗ്ധൻ കൂടിയുണ്ട്, അദ്ദേഹത്തോടു കൂടെ ചോദിക്കാം. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവനുണ്ട്, മുൻ പ്രസിഡന്റ് IMA കൊച്ചി. ഡോക്ടർ രാജീവ്, ഗുഡ് ഈവനിങ്. നമുക്കറിയാം ചൂടിന്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ വെള്ളം എവിടെ നിന്ന് കിട്ടിയാലും ദാഹമുള്ളപ്പോൾ നമ്മൾ കുടിക്കും. അതിന്റെ ഒരു ഗുണനിലവാരമൊന്നും പലപ്പോഴും നോക്കാറില്ല. പക്ഷേ ഈ മഞ്ഞപ്പിത്തം കൂടുതലും വ്യാപിക്കുന്നത് ജലത്തിലൂടെയാണല്ലോ. എന്തൊക്കെ മുൻകരുതലുകളാണ് വേണ്ടത്? മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസ്, ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ജലത്തിലൂടെയാണ് വ്യാപിക്കുന്നത്. അതിനെ നശിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ക്ലോറിനേഷൻ കൊണ്ട് നശിപ്പിക്കാം, അല്ലെങ്കിൽ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചാൽ നശിപ്പിക്കാം. എന്നാൽ മനുഷ്യ ശരീരത്തിന് പുറത്ത് മാസങ്ങളോളം ജീവനോടെ ഇരിക്കാൻ ഈ വൈറസിന് കഴിവുണ്ട് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള സാനിറ്റേഷൻ, അതായത് നമ്മുടെ ഒരു ഹൈജീൻ, വൃത്തി, അതിൻ്റെ നിലവാരം മെച്ചപ്പെടുന്നതോടൊപ്പം ഈ പ്രശ്നങ്ങൾ മാറാൻ ആണ് സാധ്യത. എങ്കിലും ഈ വിസർജ്യ മാലിന്യം എവിടെയെല്ലാം ജലസ്രോതസ്സുകളുമായി സമ്പർക്കമുണ്ടാകുന്നുവോ അവിടെയെല്ലാം ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടു, ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ പൈപ്പ് വെള്ളം കുടിച്ചവരിലാണ് ഈ ഹെപ്പറ്റൈറ്റിസ് A ബാധയുണ്ടായതെന്നാണ് അറിയുന്നത്. എന്നാൽ വെള്ളം തിളപ്പിച്ച് ഉപയോഗിച്ചവരിൽ അത് ഇല്ല എന്നും അറിയിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്, ജലത്തിലൂടെ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലത്തിലൂടെ പകരുന്ന ഈ വൈറസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് ഈ മനുഷ്യ വിസർജ്യത്തിലൂടെയാണ്. അതായത് അതിനകത്താണ് വൈറസ് ഇരിക്കുന്നതും. അതുപോലെ തന്നെ കൈകൾ കഴുകാതെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈച്ചശല്യം ധാരാളമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ചുറ്റും നമ്മുടെ ഹൈജീൻ കണ്ടീഷൻസ് വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജലസ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുകിയെത്താനുള്ള സാധ്യതയുള്ള ഇടങ്ങളിൽ, ഇവിടെയെല്ലാം വൈറസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും. ഇത് നശിപ്പിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ തന്നെ, മാത്രമല്ല ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മനുഷ്യ ശരീരത്തിൽ നിന്നും ഈ വൈറസ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഏകദേശം പനിയോ ജോണ്ടിസോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമോ തുടങ്ങുന്നതിന് 2-3 ആഴ്ച മുമ്പ് തന്നെ വൈറസ് പുറത്ത് വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രദേശത്ത് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ രാജീവ് ജയദേവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും, അതുപോലെ പാലിക്കും. ജലജന്യ രോഗമാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് വിസർജ്യത്തിലൂടെയാണ്. ഇക്കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. വ്യക്തി ശുചിത്വം